അസ്സലാമു അലൈക്കും. നമുക്കിന്ന് കമ്പിളി നാരങ്ങൻ്റെ ജ്യൂസ് ഉണ്ടാക്കാം. വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ നല്ലൊരു ഫ്രൂട്ടാണ്. വിറ്റാമിൻ സി ആണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. ഇതിൻ്റെ പുറംഭാഗത്തുള്ള ഈ തൊലികൾക്ക് വരെ നല്ല ഗുണമാണ്. ആൻറ്റി ബാക്ടീരിയ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് എസെൻഷ്യൽ ഓയിലായിട്ട് ഇതിൻ്റെ തൊലികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നന്നായിട്ട് ഫൈബർ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് ദഹനത്തിന് നന്നായിട്ട് സഹായിക്കും. പിന്നെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഡെയിലി കഴിച്ചാൽ സഹായിക്കുന്നതാണ്. ഇത് ക്യാൻസർ സെൽസിനെതിരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു ഫ്രൂട്ടാണ്. നമ്മളെ ഹാർട്ടിൻ്റെ ഹെൽത്തിനായിട്ട് നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ കയമ്പ് ഇതാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതിൻ്റെ തൊലിയൊന്നും എടുക്കരുത്. ഇത് തൊലിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കഴിക്കുള്ളൂ. അപ്പോൾ നമുക്കിതുപോലെ നിന്ന് പറിച്ച് എടുക്കണം. എല്ലാതും നല്ല മധുരമാണ്. പിങ്ക് കളറിലാണെങ്കിലും ഇതിൽ ഫോളിക് ആസിഡ്, വിറ്റാമിൻ ബി കോംപ്ലക്സ്, കാൽഷ്യം, പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ടാകുന്നുണ്ട്. പ്രഗ്നൻറ്റ് ടൈമിൽ ഇത് കഴിക്കുന്നത് വളരെ കുറച്ചായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് 1 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. സിട്രസ് ഫ്രൂട്ട് ഇനത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഇത്. ഇതിൻ്റെ കുരുവാണിത്. ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ കുരു ചെന്നാൽ അടിച്ചു കഴിഞ്ഞാൽ കഴിക്കുള്ളൂ. ഇതാണ് നമുക്കിനി ജ്യൂസ് അടിക്കാനുള്ളത്. ഞാൻ എല്ലാത്തിനെയും കയമ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജ്യൂസ് അടിക്കാനായിട്ട് ജാറിലിട്ട് കൊടുക്കാം. മാതള നാരങ്ങ, കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയും. പല നാട്ടിലും പല പേരുകളിലാണ് അറിയുന്നത്. നമ്മളിവിടെ മാതള നാരങ്ങ എന്നാണ് ഇതിന് പറയുക. ഇനി ഇതിൽ ജ്യൂസ് അടിക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക, ഒരു 3 ഏലക്കായും, ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഇഞ്ചിയും കൂടി ചേർക്കാം. പിന്നെ അതിലൊരു 3 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. പാകത്തിന് മധുരമാണ്. അങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. നമുക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരിക്കണം. അരിച്ചിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല പിങ്ക് കളറിലാണ് ഇത് ജ്യൂസ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഹെൽത്തിയായ ജ്യൂസാണ്. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ്.